എഴുന്നേറ്റൊക്കെ വരുന്നെന്ന് തോന്നുന്നു. നല്ല ഉറക്കത്തിൽ ഒന്നും കൂടെ വിളിച്ചു എനിക്കൊന്ന് ഉണർന്നു. ഓക്കെ റെഡിയോ റെഡിയെ കാണാൻ കുറെ കുഞ്ഞുങ്ങൾ എൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ചാച്ചന്മാര്, ആൻറ്റിമാര്, അങ്കിൾമാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് കാണണ്ടേ? അയ്യോ എന്തിനാ പേടിക്കുന്നേ? പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇവരൊക്കെ നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. ഇവരൊക്കെ നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് ഫ്രെഡിഗോയെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ട അവരുടെ മുഖത്തൊക്കെ അവരുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അവര് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഒന്ന് വരാമോ? ആ പെട്ടെന്ന് വരണം കേട്ടോ. നമുക്കൊന്ന് അവർക്കൊന്ന് കാണാനുള്ളത് ആഗ്രഹം കൊണ്ടാണ്. വേഗത്തിലൊന്ന് വന്നേ. അവരെയൊക്കെ ഒന്ന് കാണുന്നുണ്ട്. ഒരു ചിരിച്ച മുഖം. അവരെ പേടിപ്പിക്കൊന്നും ചെയ്യല്ല. അവര് നല്ല കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഓക്കെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. ആ ഫ്രെഡിഗോ വേഗം ഒന്ന് പുറത്തു വന്നേ. എന്തായാലും അടുത്ത് കാണട്ടെ. ഹായ് പറഞ്ഞേ. എന്തുകൊണ്ട് വിശേഷം? ഒക്കെ സുഖമാണ്. നന്നായിട്ട് ഉറങ്ങിയോ? ആഹാ ഇപ്പോഴാണോ എഴുന്നേറ്റേ? അയ്യോ സോറി കേട്ടോ. നമുക്ക് ഈ പിള്ളേരെ ഫ്രെഡിയെ കാണണമെന്ന് പറഞ്ഞപ്പോ നമുക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ? ഓക്കെ താങ്ക് യു കേട്ടോ. ഓക്കെ അപ്പോ ഇന്ന് ഫ്രെഡി നമ്മുടെ ഒപ്പമുണ്ട്. നമ്മുടെ ചില പേരൊന്ന് ചുരുക്കി പറയാണ് കേട്ടോ. ഫ്രെഡിഗോ എന്നുള്ളത് വെട്ടിച്ചുരുക്കി ഫ്രെഡി ആയി. കുഴപ്പമില്ലല്ലോ. വെടിയല്ല ഫ്രെഡി. ഓക്കെ അപ്പോ നമ്മളെ എന്തിനാ ഇവിടെ വന്നെന്നറിയാമോ? ചിറ്റാറിലുള്ള VBSലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മള് വന്നത്. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ പേരൊക്കെ ഒന്ന് ചോദിച്ചോ. എന്ന് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ വയലന്റ് ആകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോ ഇവരുടെ VBSൽ നമ്മൾ വന്നതെന്തിനാ? ഇവരൊക്കെ ഒന്ന് കാണാനല്ലേ? ഇവരെ കണ്ടാൽ മാത്രം മതിയോ? പോരാ. ഇവർക്ക് ഒരു കഥയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണ്ടേ? പക്ഷെ അവര് കഥ പഠിച്ചിട്ട് ഒത്തിരി കഥ പഠിച്ചിട്ടുണ്ട്. അവര് പഠിച്ച കഥ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുതിയ കഥ പഠിപ്പിക്കണം. ഏത് കഥയാ പറയുന്നത്? ഫ്രെഡി കഥ പറയണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് പറയാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ആരെ പാക്കലാം? യേശുവിനെ പാക്കലാം. ഓക്കെ ഫ്രെഡി അവര് പറയുന്നത് യേശുവിനെ പാക്കലാം എന്നുള്ള ആ പാട്ടാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പൊ നമുക്കൊന്ന് അവരോട് പാടാൻ പറഞ്ഞാലോ? പാടാമോ? എല്ലാവരും ഒന്നിച്ചത് പാടിക്കേ. ഫ്രെഡിക്കാൻ പാടില്ലേ? ട്രാക്കിട്ട് പാടാൻ പറ്റുമോന്ന്? അങ്ങനെയാണ് ഫ്രെഡിയും കൂടെ പാടും. ട്രാക്കിട്ട് പാടാമോ? എന്നാ ട്രാക്കിട്ട് പാടാം.
റെഡിയാണോ? റെഡിയാണോ പാടിയത് നിങ്ങൾ? ഫ്രെഡിക്ക് ഈ പാട്ടെല്ലാം അറിയാം. ഫ്രെഡി നേരത്തെ ഈ പാട്ടെല്ലാം പഠിച്ചു. ഫ്രെഡിയുടെ നാട് എവിടെ നിങ്ങൾ ചോദിച്ചോ? അതിനെ ചോദിക്കാത്തേ? ചോദിച്ചേ. വീട് എവിടാ? വീട് വീടാണോ? നാടാണോ? എന്റെ വീടോ? എന്റെ വീട് ആൽബർട്ട് ഫ്രാൻസിസ് ഡിസൂസയുടെ അപ്പുറത്ത്. ആൽബർട്ട് ഫ്രാൻസിസ് ഡിസൂസ അറിയാമോ? ഇല്ല. ആൽബർട്ട് ഫ്രാൻസിസ് ഡിസൂസയുടെ വീടിന് അപ്പുറത്തെ വീടാണല്ലോ എന്റെ വീട്. മനസ്സിലായോ എവിടാണ്? ആൽബർട്ട് ഫ്രാൻസിസ് ഡിസൂസയുടെ വീടിന്റെ തൊട്ട് അപ്പുറത്തെ വീടാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വീട് എവിടാണ്? നടന്നു പോന്നെ ഇടയ്ക്കൂടെ നടക്കുന്ന ഒരു ഇഷ്ടമല്ല. ഓക്കെ, അപ്പോ നോക്കിക്കേ. എന്താ പഠിക്കുന്നത്? എന്താ പത്തില്? ഡിഗ്രി പാസ്സായി കല്യാണം കഴിച്ച് എനിക്ക് 5 പിള്ളേരായി. നീ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് പറയണ്ടായിരുന്നു. മോശം കേട്ടോ, മോശമാണ്. ആ കൊച്ചു നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ് എൻ്റെ അറിവ് കേട്ടോ. ആണോ? അപ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പാട്ടൊക്കെ പാടിയില്ലേ? ഇനിയിപ്പോ നമ്മൾ അവർക്കൊരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? കഥ അയ്യോ, ഈ അല്ലേലിയുടെ കഥ കേൾക്കാൻ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു എന്നാണ് ഫ്രെഡിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വെട്ടിപ്പൊട്ടുന്ന പോലെ പറഞ്ഞു. ഗുഡ്. റെഡി? ഇഷ്ടമായോ? എന്നാ ഒരു കഥ നമുക്ക് പറയാം. ഓക്കെ. പണ്ട് അയ്യോ, പിന്നെ പണ്ട് അയ്യോ, ഇത് വല്ലാത്ത പണ്ടായി പോയല്ലോ. പറഞ്ഞു. അപ്പോ കഥ മറന്നുപോയി പോലും. അതായി പണ്ട് നീണ്ടു പോകുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല. തലയിൽ ഒരു 2 തട്ടൊക്കെ തരാം. അപ്പോ ഓർമ്മ വരും കേട്ടോ. മുടിയെ പിടിച്ചുള്ള സ്നേഹമൊന്നും വേണ്ട, അല്ലാണ്ടുള്ള സ്നേഹം മതി. ഓക്കെ ഗുഡ്. അപ്പോ കഥ ഓർമ്മ വന്നോ? എന്നാ നമുക്ക് കഥ പറയാം വേഗത്തിൽ. പണ്ട് എവിടെ? ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞേ. വലിയൊരു ഉണർവുണ്ടായി. ഇവരെ നന്നായിട്ട് കൈയടിച്ചൊക്കെ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതൊക്കെ. ഇവിടെയോ? ഇന്നലെ ഇവിടത്തെ VBSന് എല്ലാവരും കൈയൊക്കെ അഴിച്ച് പാട്ടൊക്കെ പാടി കരഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നൊക്കെ കണ്ടെന്ന് ഫ്രെഡി. ശരിയാണോ? അങ്ങനെ സംഭവിച്ചു ഇവിടെ? അയ്യോ, അത് യൂട്യൂബിലൊക്കെ പോയോ? യൂട്യൂബിലുണ്ടായിരുന്നു. ചുമ്മാ അല്ല. ഫ്രെഡി യൂട്യൂബൊക്കെ കാണുമോ? ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബൊക്കെ ഫ്രെഡി നോക്കാറുണ്ട് കേട്ടോ. അവിടെ നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കണ്ടു, നിങ്ങളുടെ സമർപ്പണമൊക്കെ കണ്ടു എന്നാണ് ഫ്രെഡി പറയുന്നത്. ഓക്കെ, എന്നിട്ട്
ഓക്കെ. ഇംഗ്ലണ്ടിലെ ആ. വലിയൊരു ഉണർവുണ്ടായേ. ഉണർവുണ്ടായി. ഉണർവുണ്ടായപ്പോണ്ടല്ലോ ആ. അവിടുത്തെ മറ്റുള്ളവരൊക്കെ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ആരെ? ഈ ഉണർവ് പരിശുദ്ധാത്മാവിന്റെ ഒക്കെ ആഘാതമേ ആ. ഇവര് ഈ പ്രാർത്ഥിക്കുമ്പോൾ ഇവര് വിറക്കുകയാണ്. അപ്പൊ വിറക്കുമ്പോ ഇവര് ഇരട്ടപ്പേരൊക്കെ വിളിച്ചപ്പോഴേ അയ്യോ. അപ്പൊ അവിടെ ഇംഗ്ലണ്ടിൽ വലിയൊരു ഉണർവുണ്ടായി. അവിടെ ഭവിഷ്യത്തൊക്കെ പ്രാപിച്ചു കഴിഞ്ഞവരെ ആത്മാവിൽ ഇങ്ങനെ അവരെ എന്ത് ചെയ്യും, ഉറക്കുകയും അന്യഭാഷ പറയുകയൊക്കെ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്തു, മറ്റുള്ളവര് ഉറക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നിട്ട് അങ്ങനെ ആയിക്കോണ്ടല്ലോ കുഞ്ഞുങ്ങളെ ആയിക്കോണ്ടല്ലോ വലിയ സിംഹത്തിന്റെ മുന്നിലൊക്കെ കൊണ്ടിടും. പിന്നെ ഈ കഴുത്തൊക്കെ അർത്ഥ മാറ്റും. അങ്ങനൊക്കെ ഭയങ്കര പീഡനം സഹിക്കാൻ തുടങ്ങി. വയ്യാതെ നോക്കിക്കേ, അവിടെ യേശുവിനെ ഇതുപോലെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് ചെയ്തു, കഴുത്തൊക്കെ അറുത്ത് കൊന്നു. അവിടെ ആൾക്കാരെയൊക്കെ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്തു, ശിക്ഷിക്കാൻ തുടങ്ങി, അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. വല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തപ്പെട്ടു. എന്നിട്ടുണ്ടല്ലോ അവര് സഹിക്കാൻ വയ്യായിട്ടുണ്ടല്ലോ അവർ വസ്തുവും വീടും സ്ഥലവും ഒക്കെ വിറ്റിട്ടുണ്ടല്ലോ വലിയൊരു കപ്പല് വാങ്ങിച്ചേ. വലിയ കപ്പല്. എന്താ മേടിച്ചേ? എന്തോ വിറ്റിട്ടാ മേടിച്ചേ? കപ്പൽ. കപ്പ വിറ്റിട്ട് കപ്പൽ മേടിച്ചു. ഇവിടത്തെ പിള്ളേരാണ് കപ്പ വിറ്റിട്ട് കപ്പൽ മേടിച്ചെന്ന്. എന്തോ ചെയ്യും. എന്തോ വിറ്റിട്ടാ മേടിച്ചേ? വീടും അവരുടെ വസ്തു ആധാരം. ഓക്കെ. അപ്പൊ വീടും വസ്തുവും എല്ലാം വിറ്റിട്ട് അവരെന്ത് ചെയ്തു, ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവർ വലിയൊരു കപ്പലൊക്കെ മേടിച്ചു. എന്നിട്ട് കപ്പല് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ കപ്പലിനകത്ത് അവര് കഴിക്കാനുള്ള സാധനങ്ങൾ എടുത്ത് വാങ്ങിച്ചു വെച്ചിട്ട് അവര് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, കപ്പലിന്റെ യാത്ര ചെയ്യാൻ തുടങ്ങി. കാരണം ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവർക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ ആയപ്പോ അവര് ഒരു വലിയ കപ്പല് വാങ്ങിച്ചിട്ട് ആ കപ്പലിനകത്ത് ആൾക്കാരെല്ലാം കയറിയിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉപദ്രവം കൂടുതലായി കഴിഞ്ഞപ്പോൾ അവരുടെ വസ്തു ഒന്ന് വിട്ടിട്ട് എങ്ങനെയും ഇവിടുന്ന് എങ്ങോട്ടൊക്കെ പോകാമെന്നുള്ള ചിന്തയിൽ ചെയ്തു. ഒരു കപ്പൽ വാങ്ങിച്ച് അതിൽ അവർക്ക് ആവശ്യമായ കുറേയേറെ സാധനങ്ങളൊക്കെ അവർ കളക്ട് ചെയ്തു. കാരണം കപ്പൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് വേണം? ഭക്ഷണം വേണ്ടേ? കുഞ്ഞിന് ഭക്ഷണം വേണ്ടേ? കപ്പൽ യാത്ര ചെയ്തില്ലെങ്കിൽ നമുക്കെന്ത് വേണം? ഭക്ഷണം വേണം. അപ്പോൾ കപ്പലിൽ യാത്ര ചെയ്താലും നമുക്ക് എന്ത് വേണം? ഭക്ഷണം വേണം. അപ്പോൾ ഇവർ ഭക്ഷണമൊക്കെ അതിനകത്ത് സ്റ്റോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവരെ എവിടോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ച് കപ്പലിൽ അവർ കയറി. എന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്തപ്പോണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി. എന്തുണ്ടായി? ഈ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാർക്കൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. കപ്പലിൽ വെച്ച് മരിച്ചു പോയവര്. അയ്യോ കഷ്ടം. ആ കപ്പലിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പ്രായമുള്ളവരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു. പക്ഷെ പ്രായമുള്ളവർക്ക് രോഗമൊക്കെ ഉള്ളവരായതുകൊണ്ട് എന്ത് പറ്റൂ, ഈ കപ്പൽ യാത്രക്കിടെ രോഗമൊക്കെ മൂർച്ഛിച്ചിട്ട് എന്ത് പറ്റി? കപ്പലിൽ വെച്ച് മരിച്ചു. അയ്യോ, എനിക്ക് ദൂരെ സങ്കടം വരുന്നു കേട്ടോ. നോക്കി, നമുക്കല്ലേ നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ മരിക്കാൻ നമുക്ക് വിഷമമില്ലേ, സങ്കടമില്ലേ? നോക്കിക്കേ, ഇവരും ഇങ്ങനെ കപ്പൽ വെച്ച് മരിച്ചുപോയി. എന്നിട്ട് മരിച്ചുപോയവരെ എന്തോ ചെയ്തു? റെഡിയെ മരിച്ചുപോയവരെ പിന്നെ എന്തോ ചെയ്തു? കപ്പലിന്റെ മേളിന്നുണ്ടല്ലോ ഈ ഡെഡ് ബോഡി എങ്ങനെ കപ്പലിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? സ്മെൽ അടിക്കത്തില്ലേ? അപ്പൊ അവരുടെ മേളിൽ നിന്ന് കപ്പലിൽ നിന്ന് കടലിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ പറയും, യേശപ്പത്തിന് വേണ്ടിയാണല്ലോ ഈ കഷ്ടങ്ങളൊക്കെ സഹിച്ച് നമുക്കിനി അങ്ങനത്തെ മുഖത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡെഡ് ബോഡി വലിച്ച് കടലിലോട്ട് എറിയും. നോക്കിക്കേ, അപ്പോഴ് അവർക്ക് അടക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? ഈ ഡെഡ് ബോഡി കടലിലേക്ക് വലിച്ചു. സങ്കടമല്ലേ? പക്ഷെ അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവർ പറഞ്ഞ പ്രത്യാശ? എന്തായിരുന്നു? റെഡി അവർ പറഞ്ഞല്ലോ. അവർ പറഞ്ഞ പ്രത്യാശ എന്താണ്? ഞങ്ങള് വീണ്ടും എന്ത് ചെയ്യും? ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടും. ഞങ്ങൾ ഒരിക്കൽ വീണ്ടും ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയും പ്രത്യാശയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ആ വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടായിരുന്നു. അയ്യോ, അവർ യാത്ര ചെയ്ത് പോകുമ്പോ
അവിടെ കപ്പലിലെ സാധനമൊക്കെ സ്റ്റോക്കൊക്കെ നമ്മൾ വീട്ടിലെ സാധനമൊക്കെ മേടിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തീരത്തില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നേ? ആണോ? വീട്ടിൽ സാധനം ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ടോ? ഇതുമല്ല നമ്മൾ അറിയുന്നല്ലേ. അപ്പോൾ നമ്മൾക്ക് മേടിച്ച് വെക്കുന്നു, നമ്മളത് തീർക്കുന്നു, അവർ പിന്നെ മേടിച്ച് വെക്കുന്നു, നമ്മളത് തീർക്കുന്നു, പിന്നെ മേടിച്ച് വെക്കുന്നു. അതുകൊണ്ട് നമ്മളിതൊന്നും അറിയുന്നില്ല. അപ്പോൾ സ്റ്റോക്ക് തീരുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? സ്റ്റോക്ക് ചെയ്യണം. പക്ഷെ കടലിൽ എങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നത്? കടലിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മേടിക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അപ്പോഴവരാണ് എന്തായി? പട്ടിണിയായി. ആഹാരം കിട്ടാതെ ഒന്നായിട്ടായി. ആഹാരം കിട്ടിയില്ലെങ്കിൽ വിശക്കുമോ? വിശക്കുമോ? ഇല്ലേ? മീൻ പിടിക്കാനാണല്ലോ. അതിന് ടെക്നിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ. അപ്പോൾ ആഹാരം കിട്ടാതെ അവരെല്ലാം എന്തായി? പട്ടിണിയായി. ഒത്തിരി പട്ടിണിയായി. എന്നിട്ട് എന്തോ സംഭവിച്ചു? അവരിങ്ങനെ യാത്ര ചെയ്തപ്പോഴേ വിഷമിട്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക. അങ്ങനെ രാത്രിയിൽ അവര് കപ്പലിങ്ങനെ ക്ഷീണിച്ച് എല്ലാവരും ഉറങ്ങിപ്പോയേ. എന്നിട്ടാണ് ഞങ്ങളെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സംഭവം ഉണ്ടായി. കപ്പലിങ്ങനെ പെയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണേ. കപ്പലിങ്ങനെ പെയ്യെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓളം തല്ലിയ പോകണേ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് കപ്പലിന്ന് ഒരു മണ്ണാലി അങ്ങനെ വലിയ പോയിക്കൊണ്ടിരുന്ന കപ്പല് പെട്ടെന്ന് തീരു കരയിൽ എവിടെയോ പോയി ഒറ്റ ഇടി. എങ്ങനെ ഇടിച്ചേ? എങ്ങനെ അടിച്ചേ? ഈ ഒരു കഥ ഒരു കൊതുക് പോലും പറന്നു പോകത്തില്ലല്ലോ. എങ്ങനെ അടിച്ചേ? ഇടിച്ചല്ലേ? എന്നിട്ട് എന്നിട്ട് അവിടെ വലിയൊരു അത്ഭുതം ഉണ്ടായി. എന്താ അത്ഭുതം ഉണ്ടായി? പറഞ്ഞു വേഗത്തിൽ പറഞ്ഞേ. അവിടെ ഇറങ്ങിയ സ്ഥലം അവർ ചെന്ന് ഇടിച്ചു നിന്ന സ്ഥലം ഒരു ഐലൻഡ് പോലെ ഒരു ദ്വീപായിരുന്നു. ദ്വീപ് ഐലൻഡ് പോലെ സ്ഥലം വരണേ. എന്നിട്ട് അവര് ചെന്ന ദ്വീപിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? എന്തൊക്കെ ഉണ്ടായിരുന്നു? തണ്ണിമത്തൻ, ഗ്രേപ്സ്, ഓറഞ്ച്, ആപ്പിള്, പൈനാപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട് നോക്കിക്കേ. കുറെ ദിവസം പട്ടിണിയായിരുന്നില്ലേ? ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നി. അവരെ എന്ത് ചെയ്തു? ഇതൊക്കെ പറിച്ച് എന്ത് ചെയ്തു? കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അയ്യോ നോക്കി, കുറച്ച് ദിവസം ഭക്ഷണം ഇല്ലാതെ കിടന്നിട്ട് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യും? വയറ് നിറച്ച് കഴിച്ചേച്ച് അയ്യോ എന്നൊരു ക്ഷീണം, എന്നാൽ പിന്നെ കിടന്നേക്കാം എന്ന് വിചാരിച്ച് നമ്മളെന്ത് ചെയ്യും? കിടക്കും. പക്ഷെ അവനെന്താ ചെയ്തേ? ഭക്ഷണം കഴിച്ചിട്ട് എന്താ ചെയ്തു? ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടി മുട്ടുകുത്തി എന്ത് ചെയ്തു? അവര് പ്രാർത്ഥിച്ചു. എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എന്താ പ്രാർത്ഥിക്കുന്നേ? കർത്താവേ, ഇത് മുഴുവൻ കഴിക്കാനുള്ള ബലവും ആരോഗ്യവും തരണേ എന്നാണോ? പിന്നെ ഈ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ബലമായി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ബലമായി തീർക്കണേ എന്ന് ചെയ്യണം? പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവം നമുക്ക് ആഹാരം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദി പറയണം. കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങോട്ട് നോക്കി. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കി ശരിയാകും. ഓക്കെ. അപ്പോൾ നോക്കിയേ, ദൈവം നമുക്ക് ആഹാരം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദി പറയണം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾക്ക് ആഹാരം 3 നേരം ആഹാരമില്ലാത്ത, 2 നേരം ആഹാരമില്ലാത്ത, 1 നേരം പോലും നല്ല ആഹാരമില്ലാത്ത ഒത്തിരി കുഞ്ഞുങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആഹാരം കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. എന്നിട്ട് വഴി എന്ത് ചെയ്തു? മുട്ടുകുത്തി അവർ പ്രാർത്ഥിച്ചു. എനിക്ക് ചെറിയൊരു ഉദ്ദേശമുണ്ട്. ആ സ്ഥലം തന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും റെഡി ഒന്ന് പറയാമോ? ഇവരോട് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ ആ സ്ഥലം ഏതാണ്? ഇവർ ചെന്ന് കപ്പൽ ഇടിച്ചു നിന്ന സ്ഥലം ഐലൻഡ് ആണോ? ഐലൻഡ് ആയിരുന്നു. സ്ഥലത്തിന്റെ പേരെന്താണ്? ഐലൻഡ് എന്ന് പറഞ്ഞ ദ്വീപല്ലേ? ആ സ്ഥലത്തിന്റെ പേര്
മെരീത്താദ്വീപ്. ഓ മോനെ, നീ എവിടെയൊക്കെയോ പ്രസംഗത്തിന്റെ കുറച്ചൊക്കെ കേൾക്കുന്നുണ്ടടാ. ഗുഡ്. ആ സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ആ സ്ഥലത്താണ്, ആ രാജ്യത്താണ് ഫ്രെഡിയൊക്കെ എത്തിയിരുന്നത്, താമസിക്കുന്നത്. അപ്പോൾ ഏത് സ്ഥലമായിരിക്കും? ഇന്ത്യ അല്ല, ചിറ്റാർ. ഏത് സ്ഥലമാണ് ഫ്രെഡി എന്നാ പറഞ്ഞത്? ഇവർക്ക് അറിയത്തില്ല. എന്നാ ഫ്രെഡി എന്നാ? ഞങ്ങളുടെ സ്ഥലമാണ്. പിന്നീട് ആ സ്ഥലം അറിയപ്പെടുന്നത് ന്യൂയോർക്ക്. ആ ഇന്ന് ആ സ്ഥലം അറിയപ്പെടുന്ന പേരെന്താണ്? അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന പട്ടണം കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന പട്ടണം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആ ആ പട്ടണമാണ് അന്ന് അവർ ചെന്ന് കപ്പല് അപകടത്തിൽപ്പെട്ട, അല്ലെങ്കിൽ കപ്പൽ പിടിച്ചു നിന്ന് അവര് താമസം തുടങ്ങിയ സ്ഥലം. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന് പറയുന്ന പട്ടണം. എന്നിട്ട് ആ സ്ഥലം അങ്ങനെ അറിയാലോ, എന്തുമാത്രം പ്രശ്നങ്ങളും ക്രൈസിസും ഒക്കെ ഉണ്ടായി അമേരിക്കയിലെ. അതെ. എന്നിട്ട് ചെറിയ പ്രശ്നം പോലും ഇല്ലാതെ ദൈവം കാത്തു പരിപാലിക്കുന്നില്ലേ ആ നഗരത്തെ? ആ ശരിയാണ്. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ടും തകർന്നു പോകാതൊക്കെ ദൈവം അവരെ എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. നിലനിർത്തുന്നതിന്റെ കാരണം എന്താ? അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരും ദൈവത്തോട് ഇഷ്ടമോ? ആരോടാ ഇഷ്ടം? ദൈവത്തെയാണ് കൂടുതൽ ഇഷ്ടം, മമ്മിയാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ ഓക്കെ. അപ്പോൾ ദൈവത്തോടായിരിക്കണം നമുക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോ ഫ്രെഡി ഇതൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഫ്രെഡി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചായിരുന്നു? ആ കഴിച്ചായിരുന്നു. എന്താ കഴിച്ചേ? ഇടിയപ്പം. ആഹാ. ഈ ഇടിയപ്പൊക്കെ ഫ്രെഡി കഴിക്കുമോ? കേരളത്തിലെ ആഹാരമൊക്കെ കഴിക്കുമോ? ആഹാ. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നിങ്ങളെ പോലെ തന്നെ പിന്നെ കിടന്നു തുടങ്ങി. നിങ്ങളെ പോലെ തന്നെ അതേ സ്വഭാവമാണ് ഫ്രെഡിക്ക്. നിങ്ങൾ തന്നെയല്ലേ? പഠിത്തമൊന്നുമില്ല. അതുകൊണ്ട് രാവിലെ മമ്മി വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്നോ ക്ഷീണോ എത്ര നാളായി നോക്കിയിരിക്കുന്ന അവർ കിട്ടാൻ വേണ്ടില്ല അല്ലേ? അതേ സ്വഭാവം. അപ്പോ ഫ്രെഡി ഒറ്റയ്ക്കല്ല വന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. സത്യമാണോ? ഒറ്റയ്ക്കല്ലേ? ആരൊക്കെയോ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഫ്രെഡിയുടെ കൂടെ ആരൊക്കെയോ ഉണ്ട്. നമുക്ക് അവരെ കാണണ്ടേ? ഫ്രെഡി സിംഗിൾ ആണോ മാരീഡ് ആണോ? മാരീഡ് ആണോ? കണ്ടിട്ട് തോന്നുന്നു. ആ മാരീഡാണ്. ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ. ഒത്തിരി മാരീഡ് മാത്രമല്ല, ഒത്തിരി പിള്ളേരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഒരു കാര്യം, നമുക്ക് ഫ്രെഡിയുടെ ഫാമിലിയൊക്കെ നോക്കുന്നത് കാണണ്ടേ? പരിചയപ്പെടണ്ടേ? അപ്പോ എന്തോ കുഴപ്പമില്ല. ഞാൻ കണ്ടോളൂ കേട്ടോ. ഓക്കെ, എന്തായാലും വിളിച്ചേരെ. സൂസിയുടെ ഒറിജിനൽ പേരെന്താണെന്നറിയാമോ? നമ്മളെ സൂസി നാക്കിയതാ. ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേര് ചുരുക്കിയതാണ് അല്ലേ? എങ്ങനെ പേര്? ശരിക്കും സൂസന്ന എന്നാണ് പേര്. എന്താ? സൂസന്നയാണ് പേര്. നമ്മളെ നിശ്ചയായിരിക്കും കേട്ടോ. പരിചയമുണ്ടോ? പരിചയമുണ്ടോ? എവിടെ വെച്ച്? പറഞ്ഞു. പിന്നെ ഇത്രയും നാള് കഴിഞ്ഞാണ് കാണുന്നേ. അയ്യോ, എന്നിട്ട് മനസ്സിലായില്ല അല്ലേ? ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലേ? ദിശയുടെ കല്യാണത്തിന് വിളിച്ചായിരുന്നു, പോകാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇന്ന് ചെലവ് ചെയ്യിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ നമ്മള് പേരെന്ത് ചെയ്തു? ശകലം ഒന്ന് ചുരുക്കി. പേരെന്തോ ആയിരുന്നു? ബൈബിളിൽ അതുപോലെ ഒരു സംഭവം ഉണ്ട്. അറിയാമോ? ഒരു സഹോദരിയുടെ പേര് ദൈവം ചുരുക്കി. ആരുടെ പേരെന്നറിയാമോ? സാറായി.
അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്നായിരുന്നു. അബ്രഹാമിന്റെ പേര് എന്ത് ചെയ്തു? നീട്ടി അബ്രഹാം എന്നാക്കി. മറ്റേ പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു? സാറായിന്നാ. അപ്പൊ സാറായി കഴിഞ്ഞാൽ നിങ്ങൾ പറയാം എങ്ങനെ സാറാകണ്ട, സാറ മതി. അതുകൊണ്ട് എന്ത് ചെയ്തത്? ആരും സ്വയം സാറായി പോകരുത്. സാറായാൽ നിങ്ങൾ പറയും അങ്ങനെ സാറാകണ്ട, സാറ മതി ഇല്ലേ? അപ്പോ അവിടെ സാറായി അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? സൂസന്നയ്ക്ക് പേര് ചുരുക്കി. എന്താ പേര് ചുരുക്കിയിട്ടെ? സൂസി. സൂസി സൂസിയെ സൂസിയെ ആ സൂസി വന്നിട്ട് എന്തോ ആ ആര്? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ആഹാ ഇത്ര വഴക്കാളിയാണോ? ഇവർ തമ്മില് സ്നേഹം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല. കാര്യം എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ മക്കളെ ഇവര് തമ്മിൽ ഇത്രയും വഴക്കാണെങ്കിൽ മക്കൾ കൂടെ വന്നുള്ള അവസ്ഥ എന്തായിരിക്കണം? എല്ലാരും നോക്കാം, നമുക്ക് ശ്രമിച്ചു നോക്കാം. പറഞ്ഞു ഓക്കെ. പിള്ളേരെല്ലാം ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ആക്ഷൻ സോങ്? ആക്ഷൻ മാത്രമാണോ ഇഷ്ടം? സോങ്ങും കൂടെ ഇഷ്ടമാണോ? നിങ്ങൾ ആക്ഷൻ സോങ്ങുമോ അതോ മോങ്ങുമോ? സോങ്ങും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ തീരുന്നു ഒരു ആക്ഷൻ സോങ് പാടുമ്പോൾ അവർ പാടിയിട്ട് നമ്മൾ ഡാൻസ് കളിച്ചാൽ ശരിയാകത്തില്ല. ഒരു കാര്യം ചെയ്യും, നമുക്കൊരു പാട്ടൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഒരു ഇംഗ്ലീഷ് പാട്ടൊക്കെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആക്ഷൻ തരും ചെറിയൊരു പിടുത്തം പറഞ്ഞേ. ആക്ഷൻ ആക്ഷൻ സോങ് അല്ലേ? ഓക്കെ. അപ്പോ പിള്ളേരൊക്കെ വിളിച്ച് ഓക്കെ കളിക്കാം. നമുക്ക് പാട്ടിടാം. മോനെ പാട്ട് ഇട്ട് കൊടുക്കാമോ? പാട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ അവരെല്ലാവരും കൂടെ എന്ത് ചെയ്യും? ഒരു ആക്ഷൻ സോങ് ഇട്ട് കൊടുത്തു. എല്ലാവരും റെഡിയാണോ? കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചോ? God is good all the time. He put a song of praise in this heart of mine. God is good, yes, all the time. Through the darkest night, His light will shine. God is good. God is good all the time. God is good all the time. When His song of praise in this heart of mine. God is good all the time. Through the darkest night, His light will shine. God is good, yes, God is good all the time. That's right. If you're walking through the valley, there are shadows all around. Do not fear, He will guide you. He will keep you safe and sound. He has promised to never leave you or forsake you. And His word is true. God is good all the time. He put a song of praise in this heart of mine. God is good all the time. Through the darkness, His light will shine. God is good. God is good all the time. Yes, He is. We were sinners and so unworthy, still
ഇഷ്ടപ്പെട്ടോ? എന്നിട്ടാണ് ഇങ്ങനെ കൈയടിച്ചേ? ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ട് ഇതുപോലെ എന്താ പറയുന്നത് തണുത്ത കൈയടി ആദ്യമുണ്ടോ? നിങ്ങളെ നല്ലപോലെ കൈയടിച്ച് നിങ്ങൾ 100 നിന്നാൽ അവര് 120 നമ്മൾ 100 നിന്നാൽ അവര് 120 നിൽക്കും. റെഡിയേ? ഉറങ്ങാൻ പോകാൻ തോന്നുന്നു. റെഡി ഭയങ്കര ഉറക്കക്കാരനാണ്. റെഡി ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ഇടിയപ്പം നല്ല ഉപ്പാവ കട കഴിച്ചെന്നു. ഭയങ്കര ഉറക്കം അല്ലേ? ആഹാ ഇവിടുത്തെ വെള്ളം കുടിക്കാനും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഫ്രെഡി ഒരു കാര്യം ചെയ്ത് ഇവിടെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാ പറയുന്നത്. പക്ഷെ ഒരു ആക്ഷൻ സോങ് കൂടെ ആയിരുന്നു. കൈയടി പോലെ ഇരിക്കും ആക്ഷൻ സോങ്. ഓക്കെ പോരാ. അന്നേരം ഇപ്പോഴും നല്ല കൈയടിക്കാത്ത ഒത്തിരി പേരുണ്ട്. കൈയടിക്കാത്ത കുറച്ച് പേരുണ്ട്. അവരാണ് കൈയടിക്കുന്നത്. വളഞ്ഞു കൂടി ഇങ്ങനെ വളഞ്ഞിരിക്കാൻ നേരെ സ്റ്റേഡിയിലേക്ക് വടിയുന്ന പോലെയുണ്ട്. ആ ഓക്കെ. അവിടെ ഒരു ആക്ഷൻ സോങ് കൂടെ നമുക്കൊന്ന് കാണിച്ചാലോ? നിങ്ങൾക്ക് ഇഷ്ടമാണ് ആക്ഷൻ സോങ്? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് ഫ്രെഡി ഇവരും കൂടെ അങ്ങ് ആക്ഷൻ സോങ് കളിച്ചാലോ? റെഡി റെഡിയാണോ? നമുക്ക് അവസാനം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് ഒരു ആക്ഷൻ സോങ് കളിക്കാം. ഇപ്പോൾ ഫ്രെഡി ഏത് പാട്ടാണ് നമ്മളിനി അടുത്ത ആക്ഷൻ സോങ്? ഫ്രെഡിക്ക് ഏത് പാട്ടാണ് ഇഷ്ടം? പാക്കല. ഓക്കെ അപ്പോൾ നമുക്ക് പാക്കല. പിന്നെ അല്ല സാത്താനല്ലോ വന്ന ഫ്രെഡിയല്ലേ വന്നേ? അയ്യോ കണ്ടോ? ഫ്രെഡി വന്നു. അമ്മപ്പോ എന്നാ പിന്നെ അമ്മപ്പോ. ഓക്കെ അറിയാലോ അല്ലേ? ഓക്കെ ഫിക്സ് ചെയ്യും. റെഡി? നിങ്ങൾക്ക് റെഡിയാണോ? റെഡി? La 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 la.
യേശുവിനെ അനുസരിക്കൂ കൂട്ടുകാരെ, യേശുവിനെ സ്നേഹിക്കൂ കൂട്ടുകാരെ, യേശുവിനെ അനുസരിക്കൂ കൂട്ടുകാരെ, യേശുവിനെ സ്നേഹിക്കൂ കൂട്ടുകാരെ. ദൈവിക സ്നേഹം തിരിച്ചറിയൂ, ദൈവിക സ്നേഹം തിരിച്ചറിയൂ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഈ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കാൻ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ പിള്ളേരൊക്കെ ഡാൻസ് കളിച്ച് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഇങ്ങനെ കൊണ്ട് എന്തുവാ ഒരു ഉമ്മ കൊടുക്കും. നമുക്കൊരു ഉമ്മ കൊടുത്താലോ? റെഡിയേ? കെട്ടിപ്പിടിച്ചൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഫ്ലൈ കിസ് കൊടുത്താലോ? കൊറോണ കഴിഞ്ഞോ? ആ, അവിടെ നമുക്കൊരു ഫ്ലൈ കിസ് കൊടുത്താലോ? അവന് നാണം വരുന്നത്. അവന് അപ്പോ കയ്യല്ലോ എങ്ങനെ ഫ്ലൈ കിസ് കൊടുക്കുന്നത്? റെഡി 1 2 3 എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കാമോ? എന്നാ റെഡി? അവൻ റെഡിയാണ്. ഇത് ഉമ്മയല്ല, ബാപ്പ. എല്ലാരും പറഞ്ഞേ, ഞാൻ നോക്കി നിൽക്കുന്ന ആ റെഡി ഉമ്മ നിങ്ങൾക്ക് തന്നെ ചോദിച്ചു വേണ്ടേ? ആ കൊടുക്കുന്നോ? ആ ഓക്കെ, നിങ്ങൾക്ക് ഉമ്മ തന്നില്ല കേട്ടോ, ഇവിടെ തൊട്ട് ഉമ്മ കൊടുക്കും. അല്ലെങ്കിൽ ആ എല്ലാം പറയും ചക്കര ഉമ്മ. എന്തിനാ ഇവിടെ കൊടുത്തു മതിയോ? കൂടുതൽ വേറെ പുതിയ കൂട്ടുകാരുണ്ടാവും എന്ന് പറയും. കാണണ്ടേ? പേടിയാണ്. കാണണോ? ആ കാണണം കേട്ടോ. ഇവിടെ ഫ്രെഡി അടുത്ത വർഷം വരുമോ? ഫ്രെഡി അടുത്ത വർഷം വരും കേട്ടോ. പുതിയ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ നിങ്ങൾ പുതിയ കൂട്ടുകാരെ കൊണ്ടുവരുമോ? ഫ്രെഡി കൊണ്ടുവരും. നിങ്ങൾ പുതിയ കൂട്ടുകാരെ കൊണ്ടുവരുമോ? എത്ര പേരെ കൊണ്ടുവരും? 100 പേരെ കൊണ്ടുവരുന്ന ഒരാൾ കൊണ്ടുവരുന്നേ. 5 10 പേരെ വീതം കൊണ്ടുവന്നാൽ മതി. കാരണം നിങ്ങൾ 100 പേരെ കൊണ്ടുവന്ന് ഫ്രെഡി 100 പേരെ കൊണ്ടുവരണ്ടേ? അതിന് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഓക്കെ, അപ്പോ ഫ്രെഡിയോട് നമുക്ക് ടാറ്റ പറയാം. അപ്പോ ഫ്രെഡിക്കും കൂട്ടുകാർക്ക് ഇനിയും നമ്മുടെ വടശ്ശേരിക്കരയിലൊരു സ്ഥലമുണ്ട്. പേരറിയാം, കരിക്കുറ്റി ചർച്ചില്. അവിടെ കുറെ കൂട്ടുകാരെ ഇവരെ നോക്കിയിരിപ്പുണ്ട്. ഞങ്ങൾ പറഞ്ഞു ആദ്യം നിങ്ങൾ ചിറ്റാറിൽ പോവാ, ചിറ്റാറിലാണെങ്കിലും പിള്ളേരെ നോക്കിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങള് കരിക്കുറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോ ഇവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ മാജിക് അല്ലേ, ഇനി ഇത് കഴിഞ്ഞിട്ട് നോക്കിയാൽ വാനിഷാകുന്ന മാജിക് ഉണ്ട്.
മാറുന്ന ഒരു മാജിക്. ആ മാജിക്ക് ഞാൻ നിങ്ങളെല്ലാം പഠിപ്പിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉച്ചയ്ക്ക് നിങ്ങൾക്ക് തരുന്ന ആഹാരവും നിങ്ങൾ എന്ത് ചെയ്യണം?